ഹായ് എവരി വൺ. സോ ഈ സെക്ഷനിൽ നമ്മളൊരു NPV കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പിങ്സ് കമ്പനി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. പിങ്സ് കമ്പനി കമ്പാരിറ്റീവ്ലി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബാക്കി ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ അധികം അഡ്ജസ്റ്റ്മെൻറ്റ്സോ റിക്വയർമെൻറ്റ്സോ അധികം ഒന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തുടങ്ങുന്ന ഒരാൾക്ക്, NPVയുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തുടങ്ങുന്ന ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ വെച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു വേ, അതിൻ്റെ ഒരു മാനർ, അതിൻ്റെ ഒരു എഫിഷ്യൻ്റ്ലി അത് ചെയ്യാനുള്ളൊരു മെത്തേഡ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഓക്കെ, നമുക്കിപ്പോൾ ഒരു സെക്ഷൻ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ഇതുപോലെയോ അല്ലെങ്കിൽ FMൻ്റെ ഏത് സെക്ഷൻ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്തും രണ്ട് വേസിൽ അത് സ്റ്റുഡൻസ് അപ്രോച്ച് ചെയ്യാറുണ്ട്. അതിൽ ഒന്നാമത്തെ വേ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ഇത് ഫുൾ ഇരുന്ന് വായിക്കുക. ക്വസ്റ്റ്യൻ തുടക്കം മുതൽ അവസാനം വരെ ഇരുന്ന് വായിച്ച് റിക്വയർമെൻറ്റും വായിച്ച് പിന്നെ നമ്മൾ ആൻസർ ആൻസർ ചെയ്യാൻ പോകുന്ന അവസ്ഥ. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ACCയുടെ എക്സാമിനേഷൻ എൻവയോൺമെൻറ്റിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. സോ നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. കാരണം നമുക്ക് ഒന്നാമത് എക്സാമിനേഷൻ്റെ ബേസ് ആയിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും. പിന്നെ ഒരു ടെൻഷൻ, നമുക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. സോ നമുക്ക് A സെക്ഷൻ ചെയ്യണം, B സെക്ഷൻ ചെയ്യണം, C സെക്ഷൻ ചെയ്യണം. ആകെ 3 മണിക്കൂറേ നമുക്കുള്ളൂ. സോ നമുക്ക് അധികം സമയം അവിടെ ഇവിടെ ഒന്നും കളയാനില്ല. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് വായിച്ച് പിന്നെ ആൻസർ ചെയ്യാൻ തുടങ്ങുമ്പം നമ്മൾ ആദ്യം വായിച്ചതൊക്കെ സ്വാഭാവികമായിട്ടും മറന്നു പോയിട്ടുണ്ടാകും. കാരണം നമുക്ക് കിട്ടുന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും, ചെറിയ ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ആ വലിയ ക്വസ്റ്റ്യൻ മൊത്തം വായിച്ച് അതിൻ്റെ എല്ലാ കീവേഡ്സും ഓർത്തിരുന്ന് ആൻസർ ചെയ്യാന്ന് പറഞ്ഞാൽ സാധിക്കില്ല. സോ നമ്മളെല്ലാം മറന്നുപോയി പിന്നെ ആൻസർ ചെയ്യുമ്പോൾ പിന്നെയും നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കേണ്ടി വരും. ആൻഡ് ഇത് ഒത്തിരി ടൈം കൺസ്യൂമിങ് ആയിരിക്കും. നമുക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ, നമ്മൾ ലിമിറ്റ് ചെയ്ത സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ആൻസർ ചെയ്ത് തീർക്കാൻ പറ്റിയെന്ന് വരില്ല. സോ ഏറ്റവും ബെസ്റ്റ് വേ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ആൻസറും ചെയ്തു പോവുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന കൂടെ തന്നെ ആൻസർ ചെയ്ത് പോകുമ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ആൻസറും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് വേണ്ട ഒരു ഓർഡറിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ C സെക്ഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് ആൻസർ ചെയ്ത് പോകേണ്ട ഒരു ഓർഡറിൽ തന്നെയായിരിക്കും അവരത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. സോ നമുക്ക് ഈസിയാണ് നമ്മൾ വായിക്കുന്ന ഇൻഫർമേഷൻ നമ്മുടെ ആൻസറിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഈ മെത്തേഡിൽ ഈ പിങ്സ് കമ്പനി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. സോ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് റിക്വയർമെൻറ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്? സോ റിക്വയർമെൻറ്റ് 2 പാർട്ട് A, B ആയിട്ട് വരുന്നുണ്ട്. അതിൽ Aനെ തന്നെ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് റിക്വയർമെൻറ്റ് വരുന്നത് കാൽക്കുലേറ്റ് നോമിനൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ, NPV കണ്ടുപിടിക്കാനാണ്. നോമിനൽ NPV കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് വരുന്നത് കാൽക്കുലേറ്റ് റിയൽ NPV, റിയൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ് സെക്കൻഡ് പാർട്ട്. ആൻഡ് മറന്നു പോകാത്തൊരു വായിക്കേണ്ട ഒരു ഭാഗമുണ്ട്, ആൻഡ് കമൻറ്റ് ഓൺ യുവർ ഫൈൻഡിങ്സ്. ഇത് വിട്ടുപോകരുത്, കമൻറ്റ് ഓൺ യുവർ ഫൈൻഡിങ്സ്. ആൻഡ് B സെക്ഷൻ വരുന്നത് ഡിസ്കസ് 4 ways ടു എൻകറേജ് മാനേജേഴ്സ് ടു അച്ചീവ് സ്റ്റേക്ക് ഹോൾഡർ ഒബ്ജക്റ്റീവ്സ്. അതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഫസ്റ്റ് നമുക്കൊരു തിയറി പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. മെയിൻലി ആ പാരഗ്രാഫ് തന്നത് നമ്മൾ ഈ പറഞ്ഞ B സെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ആ കമ്പനിയുടെ ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു പാരഗ്രാഫ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. Pink Company is a large company listed on a major stock exchange. In recent years, the board of Pink Company has been criticized for weak corporate governance, and 2 of the company's non-executive directors have just resigned. A recent story in the financial media has criticized the performance of Pink's company and claims the company is failing to satisfy the objectives of its key stakeholders. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ ബിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓവർവ്യൂ ആയിട്ടാണ് ആ ഭാഗം തന്നിരിക്കുന്നത്. സോ നമുക്കത് സെക്ഷൻ B ചെയ്യുമ്പോൾ നോക്കാം. സോ നമുക്കിപ്പം നോമിനൽ NPV കണ്ടുപിടിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള നോമിനൽ NPV കണ്ടുപിടിക്കാം. സോ ഞാൻ ജസ്റ്റ് ഒരു ഫോർമാറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഫോർമാറ്റ് NPV കാൽക്കുലേഷൻ്റെ ഫോർമാറ്റ് അല്ല. ഞാനിത് എഴുതുന്നതിൻ്റെ ഉദ്ദേശം ആൻസർ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് എമൗണ്ട്സും കാര്യങ്ങളും ഒന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഈസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം കേട്ടോ. ഈ ഭാഗം ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഫോർമാറ്റിലുള്ളതല്ല, ബട്ട് നമുക്കിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും. നമുക്ക് എക്സൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. സോ നമുക്ക് നമ്മുടെ NPVക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. Okay. Pink Company is appraising an investment project which it hopes will boost its performance. The project will cost 20 million. നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. The project will cost 20 million payable in full at the start of the first year of operation. The project life is expected to be 4 years. Expected life നമുക്ക് തന്നിട്ടുണ്ട് 4 years. Forecast sales volume
സെല്ലിംഗ് പ്രൈസ്, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് എല്ലാം നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഒരു ഓർഡറിൽ നമുക്ക് വേണ്ട ഒരു ഓർഡറിൽ തന്നെ ഇവിടെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. സോ ഈ ഇൻഫർമേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആൻസറിലേക്ക് ഇൻപുട്ട് ചെയ്യാം. സോ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻഫർമേഷനൊക്കെ ഞാൻ ഈ പറഞ്ഞ ഫോർമാറ്റിലേക്ക് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ ഇയർ 1 സെയിൽസ് വോളിയം എന്ന് പറയുന്നത് ഞാൻ തൗസൻഡ്സിലാണ് കേട്ടോ ചെയ്യുന്നത്. സോ 3 zeros ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നത്. സോ ഇയർ 1 300, ഇയർ 2 410, then 525, then 220. സെല്ലിംഗ് പ്രൈസ് വരുന്നത് ഇയർ 1 125, then 130, then 140 and then 120. വേരിയബിൾ കോസ്റ്റ് വരുന്നത് എല്ലാ ഇയറിലും 71 തന്നെയാണ്. സോ 71 എല്ലാ ഇയറിലും കൊടുക്കുക. ഫിക്സഡ് കോസ്റ്റ് വരുന്നത് ഫസ്റ്റ് ഇയറിൽ 3000, സെക്കൻഡ് ഇയറിൽ 3100, തേർഡ് ഇയറിൽ 3200 ആൻഡ് ലാസ്റ്റ് ഇയറിൽ 3000 again. ഓക്കെ, ഇത്ര ഇൻഫർമേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ NPV കാൽക്കുലേഷൻ പാർട്ടിലേക്ക് പോവാം. സോ ഫോർമാറ്റിൻ്റെ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് സെയിൽസ് റവന്യൂ ആണ്. സെയിൽസ് റവന്യൂ ഫസ്റ്റ് ഇയറിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കുക? ഈസിക്കൽ ടു നമ്മുടെ സെയിൽസ് വോളിയം 300 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് 125. ഇത്ര എത്തുമ്പോൾ നമ്മൾ നോക്കണം, നമ്മളോട് എന്താ ചോദിച്ചത്? നോമിനൽ NPV ആണ് ചോദിച്ചത്. സോ ഇൻഫ്ലേഷൻ്റെ എഫക്റ്റ് എവിടെയോ വരാനുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഫിഗേഴ്സ് ഇൻഫ്ലേറ്റഡ് ആയിരിക്കണം, ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമ്മളത് ഇൻഫ്ലേറ്റ് ചെയ്യേണ്ടി വരും. സോ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറയുന്നത് ദ സെല്ലിംഗ് പ്രൈസ് ആൻഡ് കോസ്റ്റ് ഇൻഫർമേഷൻ ആർ ഇൻ കറണ്ട് പ്രൈസ് ടേംസ്. ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം കറണ്ട് പ്രൈസ് ടേംസിലാണ് തന്നിരിക്കുന്നത്. ബിഫോർ അപ്ലൈയിങ് സെല്ലിംഗ് പ്രൈസ് ഇൻഫ്ലേഷൻ 5%, വേരിയബിൾ കോസ്റ്റ് ഇൻഫ്ലേഷൻ 3.5% ആൻഡ് ഫിക്സഡ് കോസ്റ്റ് ഇൻഫ്ലേഷൻ 6%. ഈ ഇൻഫ്ലേഷൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫിഗറാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. സോ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ സെയിൽസ് വോളിയം ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ചെയ്തു, ഇൻറ്റു 1 പ്ലസ് സെല്ലിംഗ് പ്രൈസ് ഇൻഫ്ലേഷൻ 5% റൈസ് ടു 1, ഇയർ 1ൻ്റെ 1 കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് ഇയറിലെ സെയിൽസ് റവന്യൂ. ഇത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എല്ലാ ഇയറിലെയും റവന്യൂ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം, ഫസ്റ്റ് ഇയറിലെ ഇൻഫർമേഷൻ വെച്ചിട്ട് ഫസ്റ്റ് ഇയറിലെ കിട്ടി. സെക്കൻഡ് ഇയറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അടുത്ത ഇതിലേക്ക് നമുക്ക് പോയിട്ടുണ്ട്. സോ നമ്മളൊന്നും ചെയ്യാണ്ട് തന്നെ സെക്കൻഡ് ഇയറിലെ കിട്ടി. അങ്ങനെ ഓരോ ഇയറിലെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വേരിയബിൾ കോസ്റ്റും ഒന്ന് കണ്ടുപിടിക്കണം. വേരിയബിൾ കോസ്റ്റ് എങ്ങനെ കിട്ടും? നമ്മുടെ സെയിൽസ് വോളിയം 300 ഇൻറ്റു വേരിയബിൾ കോസ്റ്റ് 71 ഇൻറ്റു നമ്മുടെ ഇൻഫ്ലേഷൻ 1 പ്ലസ് വേരിയബിൾ കോസ്റ്റ് ഇൻഫ്ലേഷൻ 3.5% റേസ് ടു ഇയർ 1. ഇതും ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ എല്ലാ ഇയറിലെയും വേരിയബിൾ കോസ്റ്റ് കിട്ടും. സോ സെയിൽസ് റവന്യൂ വേരിയബിൾ കോസ്റ്റും കിട്ടിയാൽ അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെയിൽസ് റവന്യൂ മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്താൽ കോൺട്രിബ്യൂഷൻ കിട്ടും. സോ അതും ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ എല്ലാ ഇയറിലെയും കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്? ഫിക്സഡ് കോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഫിക്സഡ് കോസ്റ്റ് എത്രയൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് ഇയറിൽ 3000 വരുന്നുണ്ട്. 3000 ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യണം? ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. 6% ആണ് ഫിക്സഡ് കോസ്റ്റ് ഇൻഫ്ലേഷൻ. സോ 1 പ്ലസ് 6% റേസ് ടു ഇയർ 1. അപ്പം ഫിക്സഡ് കോസ്റ്റ് കിട്ടി. അതും ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ എല്ലാ ഇയറിലെയും ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഫിക്സഡ് കോസ്റ്റ് കിട്ടി. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഫസ്റ്റ് ഇയറിലെ ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഇൻഫ്ലേഷൻ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ഇയറിലെ ഇൻഫർമേഷൻ വെച്ചിട്ട് സെക്കൻഡ് ഇയറിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ഇയറിലെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇത്ര അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഫിഗറാണ് ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ്. ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? നമുക്ക് കിട്ടിയ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റും കൂടെ മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് കിട്ടും. ഓക്കെ, ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് കിട്ടി. സോ ഇനി വരേണ്ട എഫക്റ്റ് എന്താണ്? ടാക്സ് എഫക്റ്റ്. ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ടാക്സ് എഫക്റ്റ് കൊണ്ടുവരണം. സോ ടാക്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, പിങ്ക് കമ്പനി പേസ് കോർപ്പറേഷൻ ടാക്സ് അറ്റ് 26% ആണ്, with tax liability being settled in the year in which it arise. ഏത് ഇയറിലാണ് നമുക്ക് ടാക്സ് ലയബിലിറ്റി ഉണ്ടാകുന്നത് ആ ഇയറിൽ തന്നെ നമ്മളത് സെറ്റിൽ ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. ദ കമ്പനി ക്യാൻ ക്ലെയിം ടാക്സ് അലവബിൾ ഡിപ്രീസിയേഷൻ ഓൺ ദ ഫുൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് 20 million ഓൺ എ 25% റെഡ്യൂസിംഗ് ബാലൻസ് ബേസിസ്. 25% റെഡ്യൂസിംഗ് ബാലൻസ് ബേസിസ് ആണ് നമ്മുടെ ഡിപ്രീസിയേഷൻ മെത്തേഡ്. ഓക്കെ,
ദ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്ട് ഈസ് എക്സ്പെക്ടഡ് ടു ഹാവ് 0 റെസിജ്വൽ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദി 4 ഇയർ. ലാസ്റ്റ് നമുക്ക് 0 റെസിജ്വൽ വാല്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ടാക്സ് എഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എല്ലാ പാർട്ടും ആ ഒരു ജസ്റ്റ് പാരഗ്രാഫിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് ടാക്സ് എഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമ്മൾ ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സിന് എന്ത് ചെയ്യണം? ടാക്സ് ചെയ്യണം. അപ്പോൾ ടാക്സ് അറ്റ് നമ്മുടെ ടാക്സ് പെർസെൻറ്റേജ് 26% ആണ്. സോ നമ്മുടെ ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് ഇൻറ്റു 26% നമുക്ക് ടാക്സ് എമൗണ്ട് കിട്ടി. ഇതാണ് നമ്മുടെ ടാക്സ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ടാക്സ് സേവിംഗ് ആണ്. ഇവിടെ പറയുന്നത് കമ്പനി ക്യാൻ ക്ലെയിം ടാക്സ് അലവബിൾ ഡിപ്രീസിയേഷൻ. ടാക്സ് അലവബിൾ ഡിപ്രീസിയേഷന് മേലുള്ള ടാക്സ് സേവിങ്സ് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ ടാക്സ് സേവിങ് ഓൺ ടാക്സ് അലവബിൾ ഡിപ്രീസിയേഷൻ അത് കണ്ടുപിടിക്കാൻ ഞാൻ വേറൊരു വർക്കിംഗ് നോട്ടായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. സോ വർക്കിംഗ് നോട്ട് വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. ക്യാരിയിങ് വാല്യൂ നമ്മൾ ഇയർ 0 നമുക്ക് 20,000 ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്കിനി ഓരോ ഇയറിലെയും ഡിപ്രീസിയേഷനും ക്യാരിയിങ് വാല്യൂയും ഒന്ന് കണ്ടുപിടിക്കാം. 20,000 ഇൻറ്റു നമ്മുടെ ഡിപ്രീസിയേഷൻ 25% റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡിലാണ്. സോ അങ്ങനെ കണ്ടുപിടിക്കാം. ആൻഡ് ക്യാരിയിങ് വാല്യൂ വിൽ ബി 20,000 മൈനസ് 5,000. അങ്ങനെ ഓരോ ഇയറിലെയും ഡിപ്രീസിയേഷനും ക്യാരിയിങ് വാല്യൂയും കണ്ടുപിടിക്കാം. 15,000ൻ്റെ മേളിൽ പിന്നെയും 25% ഇടുമ്പോൾ അടുത്ത ഇയറിലെ ഡിപ്രീസിയേഷൻ കിട്ടും. ആൻഡ് ക്യാരിയിങ് വാല്യൂ വിൽ ബി 15,000 മൈനസ് 3750. അങ്ങനെ തേർഡ് ഇയർ വരെ കണ്ടുപിടിക്കാം. ഇൻറ്റു 0.25 10. ഓക്കെ. അപ്പം ലാസ്റ്റ് ഇയർ എത്തുമ്പോൾ നമ്മൾ നോക്കണം നമ്മളവിടെ റെസിജ്വൽ വാല്യൂവിനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത് 0 റെസിജ്വൽ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദ 4 ഇയേഴ്സ് ആണ്. സോ 4th ഇയർ ആകുമ്പോഴേക്കും നമ്മുടെ റെസിജ്വൽ വാല്യൂ എന്തായിട്ടുണ്ട്? 0 ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് ഇല്ല, 0. അപ്പം 4th ഇയറിൽ 0 ആയിട്ടുണ്ട്. പക്ഷെ 3rd ഇയർ എൻഡ് ആയപ്പോൾ നമുക്ക് ഈ എമൗണ്ട് ഉണ്ട് 8437. അപ്പോൾ ഈ എമൗണ്ട് ഫുൾ എന്തായിട്ടുണ്ടാവണം? ഡിപ്രീസിയേഷൻ ആയിട്ട് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടാവണം. സോ ഇവിടെ ഈ എമൗണ്ടിനെ ഫുൾ നമ്മൾ എന്താക്കും? ഡിപ്രീസിയേഷൻ ആക്കും. അങ്ങനെ ഫുൾ ഡിപ്രീസിയേഷൻ ആയിപ്പോയി. ഇയർ എൻഡ് 4th ഇയർ എൻഡ് ആയപ്പോഴേക്കും റെസിജ്വൽ വാല്യൂ 0 ആയി. ഇറ്റ്സ് ക്ലോസ്ഡ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഡിപ്രീസിയേഷൻ. സോ ഇതിൻ്റെ മേളിൽ വരുന്ന ടാക്സ് സേവിങ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 5,000 ഇൻറ്റു 0.26 അതായത് 26%. അങ്ങനെ ഓരോ ഇയറിലും 26% കൊടുത്ത നമ്മുടെ ടാക്സ് സേവിങ് എന്ന് പറയുന്നത് ഈ എമൗണ്ട് ആണ്. ഈ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഇവിടെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. 1,300 തൊട്ട് ഓരോ ഇയറിലേക്കും അത് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ടാക്സ് സേവിങ് കിട്ടി. അപ്പോൾ ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സിൽ ടാക്സ് എഫക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഫിഗറാണ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ്. ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് എങ്ങനെ കിട്ടും? ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സിൽ നിന്ന് നമ്മുടെ ടാക്സ് ലയബിലിറ്റി മൈനസ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ ടാക്സ് സേവിങ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കിട്ടും. അപ്പം ഓരോ ഇയറിലെയും കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. എക്സെപ്റ്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടില്ല. സോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ റെക്കോർഡ് ചെയ്യാം. ഇയർ 0ൽ 20,000. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഇൻഫർമേഷനും നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി തന്നിരിക്കുന്ന ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ NPVൻ്റെ റേറ്റ്സും കാര്യങ്ങളാണ്. NPV പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കേണ്ട റേറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അതും കൂടെ ഒന്ന് വായിക്കാം. പിങ്ക് കമ്പനി ഹാസ് എ നോമിനൽ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് 12% ആൻഡ് റിയൽ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് 8%. The general rate of inflation is expected to be 3.7% per year for the foreseeable future. ഇപ്പോൾ റേറ്റ്സും കാര്യങ്ങളും കിട്ടി. അപ്പം നമ്മളിവിടെ നോമിനൽ NPV ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നോമിനൽ NPVയുടെ എക്സൽ ഫോർമുല ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈസിക്കൽ ടു NPV ബ്രാക്കറ്റ് ഓപ്പൺ. നമ്മൾ എത്ര പെർസെൻറ്റേജ് ആണ്? നോമിനൽ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 12%, കോമ നമ്മുടെ ക്യാഷ് ഫ്ലോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ആൻഡ് മൈനസ് 20,000 ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം ഇത് പെർസെൻറ്റേജ് ഫിഗറിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അത് ജനറൽ ഫിഗറിലേക്കോ നമ്പർ ഫിഗറിലേക്കോ മാറ്റണം. സോ ഇതാണ് നമ്മുടെ നോമിനൽ NPV. നോമിനൽ NPV നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് 8 മാർക്കിനുള്ള പാർട്ടായിരുന്നു. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് റിയൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ. റിയൽ NPV ആണ് ചോദിച്ചേക്കുന്നത്. റിയൽ NPV എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാത്ത ഫിഗറിന് മേലുള്ള NPV ആണ്. അവിടെ ഇൻഫ്ലേഷൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് മുതലേ ഒന്നിനും തുടങ്ങുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഡീഫ്ലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം.
നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക. ഇത് സോറി, ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് എത്രയൊക്കെയാണ് വരുന്നത്, 141. വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ്, നോമിനൽ ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് ആണ്. കാരണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഫിഗർ ആണ് ഇത്. ഇതിനെ നമുക്ക് എന്താക്കണം, റിയൽ ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് ആക്കണം. റിയൽ ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ നോമിലിനെ ഡീഫ്ലേറ്റ് ചെയ്യുക. ജനറൽ ഇൻഫ്ലേഷൻ റേറ്റ് വെച്ചിട്ട് ഡീഫ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഫിഗർ ആയിരിക്കും റിയൽ ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ്. സോ ജനറൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ വരുന്നത് 3.7% ആണ്. ഇതിനെങ്ങനെ ഡീഫ്ലേറ്റ് ചെയ്യാം, ഈസ് ഈക്വൽ ടു എമൗണ്ട് ഇൻറ്റു 1 മൈനസ് 3.7% റേസ് ടു 1. ഇയർ 1 കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും, റിയൽ ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ എല്ലാ ഇയറിലെയും റിയൽ ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് കിട്ടും. ഇനി എന്ത് ചെയ്യുക, സാധാ പോലെ തന്നെ ടാക്സ് എഫക്റ്റും ടാക്സ് സേവിങ് എഫക്റ്റും വെച്ചിട്ട് റിയൽ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കുക. സോ നമുക്ക് ടാക്സ് അറ്റ് എത്ര പെർസെൻറ്റേജ് ആണ്, 26% വരുന്നുണ്ട്. ടാക്സ് അറ്റ് 26% വരുന്നത് ഇൻറ്റു 0.26 അല്ലെങ്കിൽ 20% ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് എമൗണ്ട് കിട്ടും. ഓരോ ഇയറിലെയും ടാക്സ് എമൗണ്ട് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ടാക്സ് സേവിങ് ഓൺ ടാക്സ് അലവബിൾ ഡിപ്രീസിയേഷൻ. അതിൽ നമുക്ക് മാറ്റമൊന്നും വരില്ല, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എമൗണ്ട് തന്നെ മതി. ബിക്കോസ് അവിടെ ഇൻഫ്ലേഷൻ്റെ എഫക്റ്റ് ഒന്നും വരുന്നില്ല. സോ 1300 ഈ എമൗണ്ട് തന്നെയായിരിക്കും നമ്മുടെ ടാക്സ് സേവിങ് ഓൺ TAD. അതും ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കിട്ടേണ്ട ഫിഗർ ആണ് റിയൽ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് എഫക്റ്റ് കഴിഞ്ഞിട്ട് കിട്ടുന്ന റിയൽ ക്യാഷ് ഫ്ലോ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, റിയൽ ക്യാഷ് ഫ്ലോ ബിഫോർ ടാക്സ് മൈനസ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി പ്ലസ് നമ്മുടെ ടാക്സ് സേവിങ്. അപ്പോൾ നമ്മുടെ റിയൽ ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് കിട്ടും. ആൻഡ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, 20,000. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, റിയൽ NPV കണ്ടുപിടിക്കാം. റിയൽ NPVയുടെ പെർസെൻറ്റേജ് എത്ര തന്നിരിക്കുന്നത്, റിയൽ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 8% ആണ് തന്നിരിക്കുന്നത്. സോ 8% ഈസ് ഈക്വൽ ടു NPV ബ്രാക്കറ്റ് ഓപ്പൺ 8%, നമ്മുടെ ക്യാഷ് ഫ്ലോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 20,000. ഓക്കെ, എമൗണ്ട് കിട്ടി. അതിനെ ഞാനൊന്ന് ജനറലിലേക്ക് മാറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ റിയൽ NPV. നമുക്ക് നമ്മുടെ റിയൽ NPVയും കിട്ടി, നോമിനൽ NPVയും കിട്ടി. ഇത് രണ്ടും കിട്ടി. പക്ഷെ നമ്മളോട് ഇവിടെ ഒരു റിക്വയർമെൻറ്റും കൂടെ പറഞ്ഞിട്ടുണ്ട്, കമൻറ്റ് ഓൺ യുവർ ഫൈൻഡിങ്സ്. ഈ കിട്ടിയ 2 ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മളോട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് എങ്ങനെ കമൻറ്റ് ചെയ്താൽ മതി, ജസ്റ്റ് ഒരു സെൻറ്റൻസ് ആയിട്ട് കൊടുക്കുക. ഇതാണ് the nominal NPV with the nominal percentage of 12% is this amount. പിന്നെ നമുക്ക് കൊടുക്കുക റിയൽ NPV ഇത്രയാണ് കിട്ടിയത്. രണ്ടും പോസിറ്റീവാണ്. സോ 2 മെത്തേഡ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. NPV പോസിറ്റീവാണ്, നമുക്ക് പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടും പോസിറ്റീവ് ഫിഗേഴ്സ് ആണ് നമുക്ക് തരുന്നത്. സോ ദ പ്രൊജക്റ്റ് ഈസ് അക്സെപ്റ്റബിൾ. ഓക്കെ, അത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ A പാർട്ട് കഴിയും. അപ്പം നമുക്ക് 8ഉം 4ഉം 12 മാർക്കിൻ്റെ ഭാഗം അവിടെ തന്നെ ചെയ്ത് കഴിയും. സോ B സെക്ഷൻ വരുന്നത് ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ വായിച്ചിരുന്നു, 4 ways to encourage managers to achieve stakeholder objectives. സോ അത് നമുക്ക് ജസ്റ്റ് ഒരു തിയറി പാർട്ട് വായിച്ചു നോക്കാം. ഓക്കെ, ഇവിടെയാണ് ആ പാർട്ട് വരുന്നത്. ഓക്കെ, ഇതിൽ 4 ways. ഫസ്റ്റ് വേ ഇവർ പറയുന്നത് ഷെയർ ഓപ്ഷൻ സ്കീം കൊടുക്കാമെന്നാണ്. ഷെയർ ഓപ്ഷൻ സ്കീം എന്ന് വെച്ചാൽ മാനേജേഴ്സിന് എന്ത് ചെയ്യുക, ബോണസിനും ഇൻസെൻറ്റീവ്സിനും പകരം നമ്മുടെ ഷെയർസ്, കമ്പനിയുടെ ഷെയർസ്
കൊടുക്കുക. കമ്പനിയുടെ ഷെയർസ് കൊടുക്കുമ്പോൾ അവരെന്തായി, ഷെയർ ഹോൾഡേഴ്സായിട്ട് മാറി. ഷെയർ ഹോൾഡേഴ്സ് എന്നും പറയുമ്പോൾ അവിടെ ഒരു ഏജൻസി പ്രോബ്ലം വരില്ല. കാരണം മാനേജേഴ്സും ഷെയർ ഹോൾഡേഴ്സായി മാറിയാൽ അതിന് മുമ്പുണ്ടായിരുന്ന ഷെയർ ഹോൾഡേഴ്സിൻ്റെയും മാനേജേഴ്സിൻ്റെയൊക്കെ ഒരു ഗോൾ എന്താവും, സെയിം ആവും. സോ അവിടെ ഒരു ഏജൻസി പ്രോബ്ലം വരില്ല, കാരണം ബോത്ത് ആർ നൗ ഷെയർ ഹോൾഡേഴ്സ്. സോ അതാണ് ഫസ്റ്റ് ഓപ്ഷൻ അവർ പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വായിക്കാം. ദ ഏജൻസി പ്രോബ്ലം അറൈസസ് ഡ്യൂ ടു ദ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ആൻഡ് മാനേജേഴ്സ് പെർസ്യൂയിങ് ദെയർ ഓൺ objectives rather than the objectives of shareholders, specifically the objective of maximizing shareholder wealth. അങ്ങനെയാണ് പ്രശ്നം വരിക. മാനേജേഴ്സ് എന്ത് ചെയ്യും, അവരുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ നോക്കുമ്പം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ പറ്റാണ്ടായി പോകും. Managers can be encouraged to achieve stakeholder objectives by bringing their own objectives more in line with the objectives of stakeholders such as shareholders. This increased goal congruence can be achieved by turning the managers into shareholders. മാനേജേഴ്സിനെ ഷെയർ ഹോൾഡേഴ്സ് ആക്കി മാറ്റുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും മാനേജേഴ്സിൻ്റെയും ഗോള് സെയിം ആക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത്. സെക്കൻഡ് പറയുന്നത് പെർഫോമൻസ് റിലേറ്റഡ് പേ. മാനേജേഴ്സിൻ്റെ പെർഫോമൻസ്, അവർ കമ്പനിയിൽ അവരുടെ പെർഫോമൻസ് വെച്ചിട്ട് അവർ എത്രത്തോളം ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്, അവരുടെ പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് പേ ചെയ്യാം. അവരുടെ പെർഫോമൻസ് അവർക്കൊരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ ടാർഗറ്റിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസെൻറ്റീവ്സും ബോണസും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ മാനേജേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ അത് വായിക്കുകയാണെങ്കിൽ അതെ, പാർട്ട് ഓഫ് ദ റെമ്യൂണറേഷൻ ഓഫ് മാനേജേഴ്സ് ക്യാൻ ബി മെയ്ഡ് കണ്ടീഷണൽ അപ്പോൺ ദെയർ അച്ചീവിങ് സ്പെസിഫൈഡ് പെർഫോമൻസ് ടാർഗറ്റ്സ്. ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെമ്യൂണറേഷൻ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആൻഡ് ഇവിടെ പറയുന്നുണ്ട്, ജസ്റ്റ് ആ പാരഗ്രാഫിൽ ഒന്ന് വായിച്ചു വിട്ടാൽ മതി, ജസ്റ്റ് അത്രയൊക്കെ അതിൽ പറയുന്നുള്ളൂ. ഈ പോയിന്റ്സ്, ഈ ഒരു ജസ്റ്റ് നമ്മുടെ ഒരു ഐഡിയ മാത്രം അവിടെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ പറഞ്ഞത് കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ്സ് ഓഫ് ബെസ്റ്റ് പ്രാക്ടീസ്. സോ നമ്മുടെ കമ്പനിയിൽ കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ്സ് ഓഫ് ബെസ്റ്റ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ആ കോഡ്സ് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതലും ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കോഡ്സ് ഓഫ് ബെസ്റ്റ് പ്രാക്ടീസ് വഴിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ. Codes of best practice have been developed over time into recognized methods of encouraging managers to achieve stakeholder objectives, applying best practice to many key areas of corporate governance relating to executive remuneration, risk assessment, risk management, auditing, internal control, executive responsibility and board accountability. ഈ ഏരിയാസിലെല്ലാം കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ബെസ്റ്റ് കോഡ്സ് ഓഫ് പ്രാക്ടീസ് വെക്കുകയാണെങ്കിൽ അവിടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബെസ്റ്റ് പ്രാക്ടീസ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് വരുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് റെഗുലേഷൻ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് റെഗുലേഷൻ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദീസ് റെഗുലേഷൻ സീക്ക് ടു എൻഷ്യൂർ എ ഫെയർ ആൻഡ് എഫിഷ്യൻറ്റ് മാർക്കറ്റ് ഫോർ ട്രേഡിംഗ് കമ്പനി സെക്യൂരിറ്റീസ് സച്ച് ആസ് ഷെയർസ് ആൻഡ് ലോൺ നോട്ട്സ്. നമ്മുടെ ഷെയർസ് ആൻഡ് ലോൺ നോട്ട്സും ഒക്കെ ഫെയർ ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാണിക്കാൻ വേണ്ടി പറ്റും. ദേ എൻകറേജ് ഡിസ്ക്ലോഷർ ഓഫ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ in supporting pricing efficiency and help to decrease information asymmetry, one of the causes of agency problem between shareholders and managers. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് റെഗുലേഷൻസ് വെക്കുന്നതോടെ നമുക്ക് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ എല്ലാം ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഷെയർ പ്രൈസിൻ്റെ മേളിലുള്ള ഒരു തർക്കം അവിടെ ഒഴിവാക്കാൻ പറ്റും. അതാണ് മെയിനായിട്ട് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും മാനേജേഴ്സിൻ്റെയും ഇടയിൽ ഒരു പ്രശ്നം വരുന്നത്. ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടണമെങ്കിൽ നല്ല ഷെയർ പ്രൈസിൽ നിൽക്കണം. ആ ഷെയർ പ്രൈസിൻ്റെ മേലുള്ള തർക്കം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏകദേശം ആ 4 പോയിന്റ്സ് ആയിട്ട് എഴുതേണ്ടത്. ജസ്റ്റ് അത് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 4 പോയിന്റ്സ്, ഒരു പോയിന്റിന് 2 മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുക. സോ ആ പോയിന്റ് എന്താണ് ആ മെത്തേഡ്, അതിനെക്കുറിച്ച് ഒരു 1-2 സെൻറ്റൻസ് എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. ജസ്റ്റ് അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ വ്യൂ എന്താണെന്നുള്ളത് വൃത്തിക്കൊന്ന് എഴുതി വെച്ചാൽ മതി. സോ അതാണ് നമ്മുടെ പിങ്സ് കമ്പനി. ഞാൻ പറഞ്ഞ പോലെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ച് നമുക്ക് കൂടുതൽ അധികം ചിന്തിക്കാതെ തന്നെ നമുക്ക് വൃത്തിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.